വൈകിട്ട് ഇവിടെ താമസം. ഇതെന്താ തുറക്കാനുള്ളതല്ലയോ? അതൊക്കെ എളുപ്പമാണ് കേട്ടോ. വാക്കല്ലേ കൊള്ളാവോ? നിക്ക്. പിന്നെ നിങ്ങൾ അതിന്റെ ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യും. അല്ല, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് അതൊക്കെ നാളെ കാണാം. അവരൊക്കെ ഇപ്പൊ തയ്യാറാ. ഇവിടുത്തെ ഇങ്ങനെ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇതിപ്പോ രോഗി എത്തിച്ചതും പോലെ വൈദ്യുതി കൽപ്പിച്ചതും പോലെ പാല് കുടിക്കാൻ. അല്ല, ഇരുട്ടിനു മുമ്പ് പോകാമെന്ന് തലയിലെടുത്ത് പൂത്താ പോകുമോ? കാണോ? ഇനി ഈ ഗേറ്റ് തുറക്കണമല്ലോ ഈശോയെ. നല്ല വിജൃംഭിച്ച പണികൾ. പല്ലുവേദനയുടെ സീസണാ. 4 കാശ് കിട്ടുന്ന കാരണത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അറിയാമോ? അല്ലടാ, ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കും നീ ആരാ? ഒരു വിധത്തിൽ ഭാഗ്യം തന്നെ തന്നെയാണ്. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മാതാമയുടെ കയ്യിൽ നിന്നാണ്. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാണ്. വാങ്ങിയമാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മാതാമ പറയാൻ നല്ല ശല്യം. ചുമ്മാ എന്താ നിനക്ക് പേടി? എവരും പേടിക്കും. എന്നാ പേടിക്കാൻ പറ്റേ? പേടിക്കാനുള്ളത് തന്നെ എന്ത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൊരോത്തി മാതാമ അവരുടെ കെട്ടിയോ സായിപ്പിനെയായ കാമുകയും ഡ്രൈവറെ വെട്ടി നോക്കി പെട്ടിയിലാക്കിയിട്ട് ഇവിടെ പിന്നത്തെ കിണറ്റിൽ. എന്താണ് നിനക്ക് പേടിയാ? ക്രിസ്ത്യാനിയെ വിശ്വസിക്കണമെന്ന് എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാമല്ലോ, എനിക്ക് പേടിയൊന്നും. പേടിക്കാൻ പോകാനും പറഞ്ഞു. എന്നാലേ ഞാൻ ഈ പറഞ്ഞ പ്രേതം പിശാചും ഒന്നും വിളിച്ച അതൊക്കെ ഇവരുടെ ശരിയാ. നാട്ടുകാർ പറഞ്ഞ കാര്യമുണ്ട്. അവരിവിടെ പലതും കണ്ടിട്ടുമുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ അവര് കണ്ടത് മുഴുവൻ ആരൊക്കെയോ ദുരോത്തി മതമേ അവരാത്തെ. അവരിത് സാമാന്യ ആദായത്തിന് കിട്ടുന്നു. വാങ്ങുന്ന മണ്ടമാരി കഥകളൊക്കെ കേട്ട് പേടിച്ച് കുറച്ചു കാലം ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുമ്പോ മാതാമയ്ക്ക് തന്നെ കിട്ടിയവരെ കിട്ടിയിട്ട് രക്ഷപ്പെടും. മൂന്നാം രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം. എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നീ കിട്ടുന്ന വിലയ്ക്ക് ദൊരോത്തി മാതാമയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഹോട്ടലിലേക്കൊക്കെ ഇവിടുന്ന് 10-15 കിലോമീറ്റർ പോകണം. 9 മണിയോട് ഫോറസ്റ്റ് റോഡ് ക്ലോസ് ചെയ്യും. അതല്ലാതെ അത് നിർത്തില്ല. എല്ലാവരുടെയും റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? പിന്നെ നേരത്തെ കിടക്കാം. 11:30 കറണ്ട് പോകും. എന്താണ് പ്രയോജനം? പേടിക്കാന്ന് പറഞ്ഞിട്ട് പേടിയൊന്നുമില്ല. എന്തിനാ വെറുതെ? പണ്ടിത് ദൊരോത്തി മാതാമയുടെ ബെഡ്റൂമായിരുന്നു. എന്താ നിനക്കെന്താ പേടിയുണ്ടോ? വേണമെങ്കിൽ കപ്പ മനസ്സിലാക്കാൻ. വേണ്ട, തുറന്നു കിടക്കട്ടെ. നിങ്ങളുടെ ചിത്രപ്പണികൾ കാണാറുണ്ട്. ഓക്കെ, എന്നാ പിന്നെന്താ